ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബഡ്സ് കേസിനെ കുറിച്ച് മാത്രമാണ്. എന്നാൽ PMLA കേസ്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം എടുത്തിരിക്കുന്ന കേസ് അങ്ങ് തൃശ്ശൂർ വിട്ട് എറണാകുളത്ത് ജില്ലാ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെ മൂന്നാമത്തെ സിറ്റിംഗ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. മൂന്നാമത്തെ സിറ്റിംഗ്, ആദ്യത്തെ സിറ്റിംഗ് 26/9 പിന്നെ 15/10 അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ സിറ്റിംഗ് ആണ് കഴിഞ്ഞ ദിവസം 21/11 ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്ന അതിപ്രധാനമായ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഈ കോടതിയാണ് പ്രതാപൻ പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യം തള്ളിയിരിക്കുന്നത്. ആ ജാമ്യത്തെ ആണ് ഇവരെ ഹൈക്കോടതിയിൽ, ഈ തള്ളിയ ജാമ്യം എടുത്തിട്ടാണ് ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത്. എന്നാൽ ഈ ഇപ്പോഴും ജാമ്യം കൊടുക്കാതെ നിൽക്കുന്നത് ഏത് കോടതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ PMLA കോടതിയാണ്. അപ്പോൾ ഈ PMLA കോടതിയിൽ ഇന്നലെ ഉണ്ടായിരിക്കുന്ന അതിപ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രതാപൻ്റെ റിമാൻഡ് എന്ന് പറയുന്നത് ഡിസംബർ 21 വരെ നീട്ടി എന്നുള്ളതാണ്. പ്രതാപൻ വീഡിയോ കോൺഫറൻസ് വഴിയാണ് ഈ കോടതി പ്രൊസീഡിങ്സിൽ പങ്കെടുത്തിരിക്കുന്നത്. VC വഴിയാണ് ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയത്. A1 പ്രൊഡ്യൂസ്ഡ് ത്രൂ VC റിമാൻഡ് എക്സ്റ്റെൻഡഡ് ടിൽ 21/12/2024 ആണ് കോടതിയുടെ ബിസിനസ് ഡീറ്റെയിൽസിൽ കാണിക്കുന്നത്. അപ്പോൾ പ്രതാപൻ ഡിസംബർ 21 വരെ ജയിലിൽ കിടക്കുമെന്നാണ് ഈ ഒരു ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ലീഡർമാർ പറയില്ല. അവർ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറയണം, പോസിറ്റീവും പറയണം, നെഗറ്റീവും പറയണം, ഇവന്മാരുടെ എല്ലാ തട്ടിപ്പുകളും പറയണം. അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ പ്രതാപൻ ഡിസംബർ 21 വരെ ജയിലിൽ കിടക്കുമെന്നാണ് ഇതിൽ നിന്ന് പറയുന്നത്. ഇനി നാളത്തെ ജാമ്യത്തിൻ്റെ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയാം. ബൈ.